ഇടുക്കി ജില്ലയിലെ അടൂർ മലയിലും പൂഞ്ഞാർ പയ്യാനിത്തോട്ടത്തിലും മറ്റുമുണ്ടായ അതിശക്തമായ ഉരുൾപൊട്ടലുകൾ കേരളത്തെ നടുക്കിയിരിക്കുകയാണ്. ശനിയാഴ്ച പുലർച്ചെയുണ്ടായ പ്രകൃതിക്ഷോഭത്തിൽ നിരവധി ജീവനുകൾ നഷ്ടമായി. സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷമായി തുടരുന്നതിനിടയിലാണ് മുതലപ്പുഴയിൽ ശക്തമായ കാറ്റിലും തിരമാലയിലും പെട്ട് മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് 2 മത്സ്യത്തൊഴിലാളികളെ കാണാതായത്. പ്രളയകാലത്തിനു ശേഷം മഴ ഭീതിയുടെയും ദുരന്തത്തിന്റെയും കാലമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒരൊറ്റ രാത്രി കൊണ്ട് മഴയില്ലെന്ന പരിഭവം മാറ്റിവെച്ച് എന്തൊരു നശിച്ച മഴയാണിതെന്ന് നമ്മൾ പരിഭവിക്കുകയാണ്. തുടർച്ചയായി 5ഉം 10ഉം മണിക്കൂറുകൾ മഴ പെയ്താൽ മതി, വെള്ളത്തിൽ പുതഞ്ഞു പോകും നമ്മുടെ നാടും നാട്ടിഴവഴികളും. അത്രമേൽ ശക്തമാണ് ഈ മഴപ്പെയ്ത്ത്. നിറഞ്ഞു കവിയുന്ന ചെറു ഡാമുകൾ തുറന്നുവിടാൻ നിർബന്ധിതരാകുന്നതോടെ വെള്ളക്കെട്ടിലാകുന്നു കേരളം. മഴക്കുതിപ്പിൽ എന്താണ് സംഭവിക്കുക എന്ന് പ്രവചിക്കാൻ പറ്റാത്ത വണ്ണം നമ്മുടെ നാട് അത്ര കണ്ട് സെൻസിറ്റീവ് ആയിരിക്കുന്നു. അതിശക്തമായ 5ഓ 10ഓ മണിക്കൂറുകൾ നീളുന്ന മിന്നൽ മഴ, അല്ലെങ്കിൽ ദിവസങ്ങളോളം തുടരുന്ന ചെറുമഴ, അത്ര മതി ഈ സ്ഥിതിഗതികൾ ആകെ തകിടം മറിയാൻ. എത്ര ജീവനുകളാണ് പ്രകൃതിയുടെ ഈ കണ്ണുകെട്ടിക്കളിയിൽ നഷ്ടമായിരിക്കുന്നത്? സ്പോട്ട്ലൈറ്റ് പരിശോധിക്കുന്നു ഉരുളിൽ തെളിയുന്ന ജലപാഠങ്ങൾ. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച് തീവ്ര ന്യൂനമർദ്ദമായി കരകയറി മധ്യ ഇന്ത്യയിലേക്ക് സഞ്ചരിക്കുന്നതാണ് ഇപ്പോഴത്തെ മഴയുടെ പ്രധാന പ്രഭവ കേന്ദ്രം. ഈ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ അറബിക്കടലിൽ നിന്ന് കേരള തീരത്തിന്റെ ശക്തമായ പടിഞ്ഞാറൻ വടക്കു പടിഞ്ഞാറൻ കാറ്റ് വീശുന്നുണ്ട്. ഇത് കേരളത്തിൽ വ്യാപകമായ മഴയ്ക്കും ശക്തമായ കാറ്റിനും കാരണമാകുന്നു. തെക്കൻ ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരള തീരം വരെ സമുദ്രനിരപ്പിൽ ന്യൂനമർദ്ദപ്പാത്തി നിലനിൽക്കുന്നുണ്ട്. കാലവർഷത്തിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് സമുദ്രനിരപ്പിൽ തീരത്തിന് സമാന്തരമായി രൂപപ്പെടുന്ന നീളമുള്ളൊരു ന്യൂനമർദ്ദ മേഖലയാണ്. ഈർപ്പമുള്ള കാറ്റിനെ കേരള തീരത്തേക്ക് പിടിച്ചു നിർത്തി തുടർച്ചയായ മഴ നൽകുന്ന ഒരു അന്തരീക്ഷ ചാലകമായാണ് തീരദേശ ന്യൂനമർദ്ദപ്പാത്തി പ്രവർത്തിക്കുന്നത്. അതിന്റെ കൂടെ ഫലനമാണ് ഇപ്പോഴത്തെ അതിശക്തമായ മഴ. കുറഞ്ഞ സമയത്തിൽ അതിശക്തമായ മഴപ്പെയ്ത്താണ് മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടാക്കുന്നത്. മൺസൂൺ മേഘങ്ങളുടെ ഘടന മാറിയതാണ് ഈ പ്രതിഭാസത്തിന് പ്രധാന കാരണം. പശ്ചിമ തീരത്ത് തെക്കുകിഴക്കൻ അറബിക്കടലിൽ കേരളത്തോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്തുള്ള മേഘങ്ങളുടെ ഘടനയിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. പണ്ടുകാലത്ത് 5ഓ 6ഓ കിലോമീറ്റർ ഉയരത്തിലുള്ള മേഘങ്ങൾ ഇപ്പോൾ 10 കിലോമീറ്റർ ഉയരത്തിലേക്കാണ് എത്തുന്നത്. ചില അവസരങ്ങളിൽ 14ഉം 15ഉം കിലോമീറ്റർ ഉയരത്തിലേക്കും ഈ മേഘങ്ങൾ എത്താറുണ്ട്. ആ സമയത്താണ് നമുക്ക് ലഘുമേഘവിസ്ഫോടനങ്ങളും മേഘവിസ്ഫോടനവും ലഭിക്കുക. ഇപ്പോൾ ഏകദേശം 10 കിലോമീറ്റർ ഉയരത്തിലാണ് മേഘങ്ങൾ ഉള്ളത്. കൂമ്പാര മേഘങ്ങളുടെ ഗണത്തിൽ പെടുത്താവുന്ന ഇത്തരത്തിലുള്ള മേഘങ്ങളാണ് മഴയുടെ തീവ്രത കൂട്ടുന്നത്. ചുരുങ്ങിയ സമയത്ത് തീവ്രമായ മഴ ലഭിക്കാനുള്ള കാരണവും ഇതുതന്നെയാണ്. അങ്ങനെയാണ് പല പ്രദേശത്തും വെള്ളക്കെട്ടും മിന്നൽ പ്രളയങ്ങളും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും എല്ലാം ഉണ്ടാകുന്നത്. ഈ ഒരു പാറ്റേൺ ആണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് മഴയുടെ രീതിയിൽ കാണുന്നത്. മേഘങ്ങളുടെ ഘടന മാറുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു വലിയ വില്ലൻ ഗസ്റ്റ് വിൻഡ് ആണ്. മേഘത്തിന്റെ ഉള്ളിൽ നിന്നും താഴേക്ക് പ്രവഹിക്കുന്ന തണുത്ത കാറ്റിന്റെ പ്രവാഹമാണിത്. മണിക്കൂറിൽ 70 കിലോമീറ്ററോ അതിൽ കൂടുതലോ ആണ് ഈ കാറ്റിന്റെ വേഗത. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് കേരളം മുഴുവൻ വ്യാപകമായി 5 മുതൽ 10 മിനിറ്റ് വരെ നീണ്ടു നിൽക്കുന്ന ശക്തമായ കാറ്റ് വീശുന്നത്. ഒരൊറ്റ കനത്ത മഴയിൽ ചായ കുതിർന്ന ബണ്ണ് പോലെ ആകുന്നുണ്ട് നമ്മുടെ മലയോരങ്ങൾ. ഏതു സമയത്തും പ്രതീക്ഷിക്കാവുന്ന ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ. കനത്ത മഴ പെയ്യുമ്പോൾ സംഭരിക്കാവുന്നതിനേക്കാൾ കൂടുതൽ വെള്ളം മണ്ണിലേക്ക് ഇറങ്ങും. ഭൂഗർഭജലത്തിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് മണ്ണിനടിയിൽ മർദ്ദം വർദ്ധിക്കും. ഈ മർദ്ദത്തിന്റെ ഫലമായാണ് ഉരുളായി വെള്ളം പുറത്തേക്ക് ശക്തിയിൽ കുതിച്ചൊഴുകുക. പശ്ചിമഘട്ട മലനിരകളുടെ ഭൂപ്രകൃതിയും തീവ്രമായ മൺസൂൺ മഴയും അശാസ്ത്രീയമായ ഭൂവിനിയോഗവും കാരണം കേരളത്തിൽ ഉരുൾപൊട്ടലുകൾ പ്രധാന പ്രകൃതി ദുരന്തമായി മാറിയിട്ടുണ്ട്. കേരളത്തിലെ 13% ഭൂപ്രദേശങ്ങളും ഉരുൾപൊട്ടൽ സാധ്യത നേരിടുന്നതായി പഠനങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. മിഷിഗൻ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയും പൂനെയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയോളജിയുമായി ചേർന്ന് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സയൻസസിന്റെ പഠനമായിരുന്നു അത്. ചരിവുള്ള പ്രദേശങ്ങളിൽ റോഡ് നിർമ്മാണത്തിന് വേണ്ടി മാറ്റങ്ങൾ വരുത്തുന്നതും ഭൂമി ഉപയോഗിക്കുന്നതിലെ അശാസ്ത്രീയമായ രീതികളുമാണ് അപകട സാധ്യത വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്നതെന്ന് പഠനത്തിൽ തന്നെ കണ്ടെത്തി. 10 ഡിഗ്രി മുതൽ 40 ഡിഗ്രി വരെ ചരിവുള്ള പ്രദേശങ്ങളിലാണ് മണ്ണിടിച്ചിലിന്റെ സാധ്യത കൂടുതലുള്ളത്.
2018 പ്രളയത്തിന് കാരണമായ മഴ ഇടുക്കി, പത്തനംതിട്ട, മലപ്പുറം, പാലക്കാട്, തൃശൂർ ജില്ലകളിൽ ഉരുൾപൊട്ടൽ സാധ്യത 3.46% വർദ്ധിപ്പിച്ചെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഏതാണ്ട് 31% പ്രദേശങ്ങളും 600 മീറ്ററിന് മുകളിലുള്ള സംസ്ഥാനത്തെ ഹൈറേഞ്ച് മേഖല അതിരൂക്ഷമായ മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള മേഖലകളിൽ ഉൾപ്പെടുന്നുണ്ട്. ജനസാന്ദ്രതയുള്ള സ്ഥലങ്ങൾക്ക് പുറമെ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾക്കും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങൾക്കും സംരക്ഷണം ഉറപ്പാക്കേണ്ടത് അനിവാര്യമാണെന്നും പഠനം ചൂണ്ടിക്കാട്ടിയിരുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തിൽ ക്ലാസിക്കൽ മൺസൂൺ സങ്കല്പം തന്നെ മാറിയിരിക്കുന്നു. കഴിഞ്ഞ 2 പതിറ്റാണ്ട് മുൻപത്തെ മഴക്കാലമല്ല ഇപ്പോൾ കാണുന്നത്. മൺസൂൺ കാലഗണന തന്നെ മാറിയിട്ടുണ്ട്. ജൂൺ, ജൂലൈ മാസങ്ങളിൽ 30%-ലേറെ മഴയിൽ കുറവ് വന്നിട്ടുണ്ട്. എൽനിനോ പ്രവചനങ്ങളിൽ മഴക്കുറവും വരൾച്ചയും തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കാലാവസ്ഥാ പ്രവചനങ്ങളെ നിഷ്പ്രഭമാക്കി വലിയ മഴപ്പെയ്ത്തും ഇതിനെ തുടർന്ന് വെള്ളക്കെട്ടും സർവ്വസാധാരണമായിരിക്കുന്നു. മഴപ്പെയ്ത് ലഭിക്കുന്ന വെള്ളം ഒഴുകിപ്പോകാനുള്ള പാതയില്ലാത്തതും ഇതിന് വലിയ കാരണമാണ്. കൃഷിഭൂമി നികത്തപ്പെട്ടതും അതേപോലെ അശാസ്ത്രീയ വികസന പദ്ധതികളുടെ നിർമ്മാണങ്ങളും ഒക്കെ ഇതിന് കാരണമാകുന്നുണ്ട്. അതിലുപരി സുസ്ഥിര വികസന കാഴ്ചപ്പാടിന്റെ അഭാവം ഏറെ പ്രകടമാണ്. മാറുന്ന ഈ കാലാവസ്ഥ ഏറ്റവും കൂടുതലായി ബാധിക്കുന്നത് വനങ്ങളെയും പരിസ്ഥിതിയെയും കൂടുതലായി ആശ്രയിക്കുന്ന കർഷകരെയും മത്സ്യത്തൊഴിലാളികളെയുമാണ്. മൺസൂണിന്റെ സമയത്ത് തീരപ്രദേശത്ത് കടലാക്രമണം രൂക്ഷമാവുകയും ശക്തമായ കാറ്റ് കാരണം നല്ല രീതിയിൽ കടലേറ്റം ഉണ്ടാവുകയും ഇത് തീരദേശത്ത് വലിയ നാശം വിതയ്ക്കുകയും ചെയ്യുന്നു. ഈ അവസരങ്ങളിൽ കാറ്റോ മറ്റ് കാലാവസ്ഥാ മാറ്റങ്ങളോ ഇല്ലാതെ അപ്രതീക്ഷിതമായി വലിയ തിരമാലകൾ ആഞ്ഞടിക്കാൻ സാധ്യത ഏറെയാണ്. നമ്മുടെ നാടിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മാരകമായ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നായ വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന് ഇക്കഴിഞ്ഞ ദിവസമാണ് 2 വയസ്സ് തികഞ്ഞത്. 2 വർഷമായത്. മുൻകൂർ പരിസ്ഥിതി അനുമതി ഇല്ലാതെ ആരംഭിച്ച പദ്ധതികൾക്ക് പിന്നീട് അനുമതി നൽകി അത് നിയമവിധേയമാക്കാൻ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം 2021 പുറപ്പെടുവിച്ച ഓഫീസ് മെമ്മോറാണ്ടം കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി റദ്ദാക്കിയത് ഈ ഘട്ടത്തിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകരുത്. ഈ റദ്ദാക്കൽ ഭാവിയിലേക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയതിനാൽ നിലവിലുള്ള ഒരു പദ്ധതിയെയും അത് തടസ്സപ്പെടുത്തുകയുമില്ല. അതോടൊപ്പം തന്നെ 2006 പരിസ്ഥിതി അനുമതി വിജ്ഞാപനത്തെ ഭരണപരമായ ഉത്തരവിലൂടെ ദുർബലപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിന് അധികാരമില്ലെന്നും കോടതി വിധിച്ചിരുന്നു. ഇതൊരു ഔപചാരിക കടലാസ് നടപടി മാത്രമല്ലെന്നും പരിസ്ഥിതി നിയമത്തിന്റെ അടിസ്ഥാന ശിലയാണെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുമുണ്ട്. പ്രകൃതി ദുരന്തങ്ങൾ കൈകാര്യം ചെയ്യാൻ പ്രാഥമികമായി വികേന്ദ്രീകൃതവും സുശക്തവുമായ അടിയന്തര പ്രതികരണ പദ്ധതി തയ്യാറാക്കേണ്ടതുണ്ട്. ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാനുള്ള ഏറ്റവും സുപ്രധാന നടപടികളിൽ ഒന്നാണിത്. എന്നാൽ കേരളത്തിൽ സംസ്ഥാന ജില്ലാ തലങ്ങളിൽ ഉരുൾപൊട്ടൽ അടിയന്തര പ്രതികരണ പദ്ധതികൾ ഉണ്ടായിരുന്നിട്ടും കമ്മ്യൂണിറ്റി തലത്തിലുള്ള ദുരന്ത പ്രതികരണ പദ്ധതി സജ്ജമായിട്ടില്ല. പരിസ്ഥിതിക്ക് കോട്ടം തട്ടുന്ന നിർമ്മിതികളും പ്രവർത്തനങ്ങളും തന്നിഷ്ടം പോലെ ആവർത്തിച്ചാൽ അതിന്റെ തിരിച്ചടി രൂക്ഷമായിരിക്കുമെന്നത് നേരിൽ അനുഭവമുള്ള നാടുകളിൽ ഒന്നാണ് കേരളം. ഇക്കാര്യം വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഗാഡ്ഗിൽ തൊട്ട് കസ്തൂരി രംഗൻ വരെയുള്ള പല വിദഗ്ധ സമിതികളും മുന്നറിയിപ്പ് നൽകിയതുമാണ്. മലവെള്ളപ്പാച്ചിൽ സർവവും കവർന്നെടുത്ത നിസ്സഹായതയുടെ മുഖങ്ങൾ എന്നും നൊമ്പരമായി ഓരോ മലയാളിയുടെയും മനസ്സിലുണ്ട്. ജാഗ്രതയും മുൻകരുതലും എത്രത്തോളം ഫലപ്രാപ്തമാകും എന്നതിനെ ആശ്രയിച്ചാണ് മലയോരത്തും കുന്നുകളിലും താമസിക്കുന്നവരുടെ ജീവനുകളുടെ സുരക്ഷിതത്വം. ഈയൊരു ഓർമ്മപ്പെടുത്തലോടുകൂടി ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും ഇതേ സമയം. നമസ്കാരം.